അതിനിടെ പാനൂരിൽ വീണ്ടും ബോംബ് ശേഖരം കണ്ടെത്തി. സ്ഫോടനം നടന്ന വീടിന് സമീപത്തായി 7 ബോംബുകളാണ് കണ്ടെത്തിയത്. പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ബോംബ് ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ബോംബ് സ്ക്വാഡ് പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, എവിടെയാണ് ഇപ്പോൾ ബോംബ് ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്? ഇവിടെ നിരന്തരം ബോംബ് നിർമ്മാണം നടക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? വിനിത, പാനൂരിൽ ഇന്നലെ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന വീടിന് തൊട്ടടുത്ത് വെച്ചാണ് ഇപ്പോൾ ബോംബ് ശേഖരം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പാനൂരിലെ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തവരുമായി നടത്തിയിട്ടുള്ള തെളിവെടുപ്പിനിടെയാണ് ഈ ബോംബ് ശേഖരം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 ബോംബുകളാണ് പോലീസ് ഈ തെളിവെടുപ്പിന്റെ സമയത്ത് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളുമായി നടത്തിയിട്ടുള്ള തെളിവെടുപ്പിനിടെ ഇത്തരത്തിലുള്ള ഒരു ബോംബ് അവിടെ ഉണ്ട് എന്നുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി അല്ലെങ്കിൽ ഇവരോടൊപ്പം തന്നെ ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ ബോംബ് ശേഖരം പിടികൂടുകയും ചെയ്തത്. ബോംബ് സ്ക്വാഡ് ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിലുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ബോംബ് ശേഖരം വീണ്ടും പിടികൂടുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ബോംബ് സ്ക്വാഡ് ആ മേഖലയിൽ ശരി, പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിനിത. ശരി. അർജുൻ കല്യാടാണ് പാനൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.